നമസ്കാരം, തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പുതിയ ഭരണ തുടക്കം. 16-ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി വി ഡി സതീശൻ 105-ാമതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 133-ാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ദീപ്ത സ്മരണകളിൽ നാട്. 35-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയാം. നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. നടനവിസ്മയം മോഹൻലാലിന് പിറന്നാൾ മധുരം. ആശംസകൾ നേർന്ന ആരാധകരും താരലോകവും. ഓണറേറിയം സമരവിജയം ആഘോഷമാക്കി ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മധുര പായസം വെച്ച് വിളമ്പി ആഹ്ലാദ പ്രകടനം. ആശമാരുടെ കണ്ണുനീർ പുഴയിൽ മുൻ സർക്കാർ ഒഴുകിപ്പോയെന്ന നടൻ പ്രേംകുമാർ. പാലക്കാട് കുളപ്പുള്ളിയിൽ ബൈക്ക് യാത്രികന് ബസ്സിനടിയിൽപ്പെട്ട ദാരുണാന്ത്യം. അപകടം. സമാന ദിശയിൽ സഞ്ചരിക്കുന്ന ബൈക്കിനെ സ്വകാര്യ ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ യുവാവിന് പരിക്കേറ്റു. തൃശൂർ വടക്കാഞ്ചേരി എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾക്കിടയിലാണ് അപകടം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ദീപ്ത സ്മരണകളിൽ നാട്. 35-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിലാണ് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ജോണി അരിമ്പൂർ, VV ജോബി, ബേബി പാലൂലിക്കൽ, രവീന്ദ്രൻ കരുമത്തിൽ, MA ബാലൻ, മുസ്തഫ KH, കാസിം KK, ചന്ദ്രൻ, സഫിയ നിഷാദ്, MR റോസ്ലി, R സദൻ, KB ലൂക്കോസ്, അബൂബക്കർ MU, ഫിലോമിന ജോസ്, ആനി ജോർജ്, നൌഷാദ് വട്ടക്കല്ല് തുടങ്ങിയവർ നേതൃത്വം നൽകി. നടനവിസ്മയം മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേരുന്നതിന്റെ തിരക്കിലാണ് ആരാധകരും താരങ്ങളുമെല്ലാം. 4.5 പതിറ്റാണ്ടായി സിനിമാ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ താരത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുകയാണ് എല്ലാവരും. ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയാം. നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. സിനിമാ ലോകത്തെ നടന വിസ്മയം മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേരുന്നതിന്റെ തിരക്കിലാണ് ആരാധകരും താരങ്ങളുമെല്ലാം. 4.5 പതിറ്റാണ്ടായി സിനിമാ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ താരത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുകയാണ് എല്ലാവരും. പതിവ് തെറ്റിക്കാതെ നടൻ മമ്മൂട്ടിയും രാവിലെ തന്നെ മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നു. 66 വയസ്സിലും യുവാക്കളുടെ എനർജിയോടെയാണ് മോഹൻലാലിനെ കാണാനാവുക. വില്ലൻ കഥാപാത്രത്തിൽ തുടങ്ങി നായകന്റെ സിംഹാസനത്തിലേറി ഒടുവിൽ അഭിനയത്തിന്റെ കുലപതിയായി മാറിയ മോഹൻലാലിന്റെ യാത്ര ഏതൊരു സിനിമാ പ്രേമിയെയും അതിശയിപ്പിക്കുന്നതാണ്. 4 ദേശീയ പുരസ്കാരങ്ങൾ, 9 സംസ്ഥാന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ, അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളാണ് 4 പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിലൂടെ മോഹൻലാൽ സ്വന്തമാക്കിയത്. പുരസ്കാരങ്ങൾക്ക് അതീതമാണ് മോഹൻലാലിന്റെ അഭിനയ നടന ശൈലി. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു. ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് മോഹൻലാൽ പ്രേക്ഷകർക്ക് മുൻപിൽ ആദ്യമായി എത്തുന്നത്. കുസൃതിയും ക്രൂരതയും നിറഞ്ഞ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്നായിരുന്നു ആ തുടക്കം. പിന്നീട് രാജാവിന്റെ മകനിലെ വിൻസെന്റ് ഗോമസ് എന്ന അധോലോക നായകനിലൂടെ മാസ്മരികമായ ഒരു നായക സങ്കല്പത്തിനും അദ്ദേഹം അടിത്തറയിട്ടു. മീശ പിരിച്ചും മുണ്ടു മടക്കിക്കുത്തിയും ആ നടൻ മലയാളിക്ക് പൗരുഷത്തിന്റെ പുതിയൊരു മുഖം സമ്മാനിച്ചു. അമ്മയോടുള്ള വാത്സല്യമായി, കാമുകിയോടുള്ള പ്രണയമായി, സുഹൃത്തിനോടുള്ള വിശ്വസ്തതയായി, ശത്രുവിനോടുള്ള വീര്യമായി മോഹൻലാൽ ഇന്നും നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നു. അഭിനയമെന്നത് വെറുമൊരു വേഷപ്പകർച്ചയല്ല, മറിച്ച് ആത്മാവിന്റെ ആവിഷ്കാരമാണെന്ന് തെളിയിച്ച ഈ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ കാലം ഇനിയും വിസ്മയത്തോടെ കാത്തുനിൽക്കും. പ്രിയപ്പെട്ട ലാലേട്ടന് മലയാളത്തിന്റെ നടന വിസ്മയത്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ന്യൂസ് ഡെസ്ക്, തനിനിറം. ഓണറേറിയം സമരവിജയം ആഘോഷമാക്കി ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുൻപിൽ മധുര പായസം വെച്ച് വിളമ്പി ആഹ്ലാദം പങ്കിട്ടു.
സംസ്ഥാനത്തെ ആശമാരുടെ കണ്ണുനീർ പുഴയിൽ മുൻ സർക്കാർ ഒഴുകിപ്പോയെന്ന ആശാ കേരളം വിജയപാതയിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത നടൻ പ്രേംകുമാർ പറഞ്ഞു. സമരം ചെയ്ത ആശമാരെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്ത LDF സർക്കാരിനേറ്റ തിരിച്ചടിയായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയമെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർത്തു. മുൻപ് ആശാസമരത്തെ പിന്തുണച്ചതിനു പിന്നാലെ പ്രേംകുമാറിന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. ഇടതു സഹയാത്രികനായിരുന്നപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ട പലരോടും ആശാസമരം ഒത്തുതീർപ്പാക്കാൻ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് പരിഗണിക്കപ്പെട്ടില്ല. സ്ഥാനമാനങ്ങൾ വേണ്ടിയിരുന്നെങ്കിൽ പലരെയും പോലെ മിണ്ടാതിരിക്കാമായിരുന്നു. എന്നാൽ ധാർമ്മികത മൂലം അതിനു കഴിഞ്ഞില്ലെന്നും പറയാനുള്ളത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും പ്രേംകുമാർ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആശമാരാണ് മാസങ്ങൾ നീണ്ട സമരത്തിന്റെ ഓർമ്മകളുമായി വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത്. പായസം വച്ചും മധുരം വിളമ്പിയും പരസ്പരം കുശലം പറഞ്ഞുമാണ് ആശമാർ സന്തോഷം പങ്കുവച്ചത്. ജലപീരങ്കി ഉൾപ്പെടെ ഉപയോഗിച്ച സമരം അടിച്ചമർത്താൻ മുൻ സർക്കാർ ശ്രമിച്ച അതേയിടത്തു തന്നെ വന്ന സന്തോഷം പങ്കുവച്ചതിൽ അഭിമാനമുണ്ടെന്നും ആശമാർ പ്രതികരിച്ചു. 2025 ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചപ്പോൾ ഒപ്പം നിന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ആശമാർക്കൊപ്പം വിജയാഹ്ലാദ പരിപാടിയിൽ പങ്കുചേർന്നു. അസംഘടിതരായിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർക്ക് അവരുടെ അർഹമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വലിയ കരുത്ത് പകരുന്നതാണ്, ആവേശം പകരുന്നതാണ്. അവർ സംഘടിക്കാനും സംഘടിച്ച് ശക്തരാകാനും ഒക്കെയുള്ള ഒരു വലിയ പ്രചോദനം നൽകുന്നത് കൂടിയായിട്ട് ഈ സമരം മാറുന്നു. പാലക്കാട് കുളപ്പുള്ളിയിൽ ബൈക്ക് യാത്രികന് ബസ്സിനടിയിൽപ്പെട്ട ദാരുണാന്ത്യം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ സഞ്ജീവനി ബസ് സ്റ്റോപ്പിന് സമീപം കഴിഞ്ഞ രാത്രിയോടെയാണ് അപകടം നടന്നത്. പട്ടാമ്പിയിൽ നിന്നും കുളപ്പുള്ളിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് അതേ ദിശയിൽ പോവുകയായിരുന്ന ബൈക്കിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. വാടനാംകുറിശി പറക്കുന്നത്ത് വീട്ടിൽ 50 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. സഞ്ജീവനി പ്രദേശത്തെ വളവിൽ ബൈക്കിനെ ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ബസ് തട്ടിമറിഞ്ഞ ബൈക്കിന് പുറകിലിരുന്ന സുനിൽ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. സുനിലിന്റെ ശരീരത്തിലൂടെ ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി. ബൈക്ക് ഓടിച്ചിരുന്ന ജിതിനും പരിക്കേറ്റു. ഇരുവരെയും ഉടൻ തന്നെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സുനിലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഓടുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ യുവാവിന് പരിക്കേറ്റു. തൃശൂർ വടക്കാഞ്ചേരി എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾക്കിടയിലാണ് അപകടം നടന്നത്. വടക്കാഞ്ചേരിയിൽ ഇന്ന് രാവിലെ 8 മണിയോടെ എങ്കക്കാട് മാരാത്തുകുന്ന് ഗേറ്റുകൾക്കിടയിലാണ് അപകടമുണ്ടായത്. ചെന്നൈ ആലപ്പി എക്സ്പ്രസ് തീവണ്ടിയുടെ വാതിലിന് സമീപം നിന്ന് യാത്ര ചെയ്യുകയായിരുന്ന ഒളരി സ്വദേശി കടവത്തു വീട്ടിൽ രാമുവിന്റെ മകൻ 28-കാരൻ പ്രഭുവാണ് ട്രെയിനിൽ നിന്ന് വീണത്. യാത്രക്കിടയിൽ അബദ്ധത്തിൽ കാൽ വഴുതി വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. അപകട വിവരം അറിഞ്ഞ ഉടൻ വടക്കാഞ്ചേരി പോലീസും ആർട്സ് ആംബുലൻസ് പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയും തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.